കണ്ണൂരിൽ നിന്നൊരു കുഞ്ഞുകൃഷ്ണൻ അവിടുത്തെ ധൻരാജ് എന്ന് പറഞ്ഞ രക്തസാക്ഷിയുടെ വേണ്ടിയുള്ള ഫണ്ട് പിരിവിൽ വലിയ തിരിമറി ഉണ്ടെന്ന് പറഞ്ഞ് ഒരു വിഷയമായി വന്നു. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇന്നലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ പടക്കം പൊട്ടിച്ചു. വലിയ അസഹിഷ്ണുതയാണ് കണ്ണൂർ പാർട്ടിയിൽ പോഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് വലിയ ഒരു കാരണമാകാൻ ഒരു പ്രധാന കാരണം ഏഷ്യാനെറ്റിൻ്റെ ബിനോജ് ബി ജോണും കുഞ്ഞുകൃഷ്ണനുമായിട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ വലിയ കാര്യമായിട്ടുണ്ട്. അത് അവിടെ നിന്നില്ല. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് വഞ്ചിയൂരിലുള്ള വിഷ്ണു എന്ന് പറയുന്ന CPM കാരനെ DYFIക്കാരനെ RSSകാർ കൊന്നതിൻ്റെ പേരിൽ തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ പേരിൽ പൈസ പിരിക്കുന്നതിൻ്റെ പേരിൽ തർക്കം തുടങ്ങിയിട്ടുണ്ട്. ആ വിഷ്ണുവിൻ്റെ സഹോദരൻ CPM വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് സംസ്ഥാനത്താകെ വലിയൊരു ചർച്ചയാവുന്ന വിഷയത്തിൽ ഇതിൻ്റെ കല്ലും നെല്ലും പതിരും നെല്ലുമൊക്കെ ഒന്ന് തിരിക്കുക എന്നതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ചർച്ച കേരളത്തിൽ നടത്തണമെന്നുള്ളതാണ്. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രൽ ബോണ്ടിനെതിരെ കേസ് കൊടുത്തത് CPM ആണ്. പക്ഷേ ഇലക്ട്രൽ ബോണ്ടിനെതിരെ കേസ് കൊടുത്തതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ വിദേശത്തുള്ള ഏജൻസികളോ സ്വദേശത്തുള്ള ഏജൻസികളോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കുകയാണെങ്കിൽ അത് പബ്ലിക്കിന് അറിയാൻ താല്പര്യമുണ്ട്, അറിയണം എന്നാണ് കോടതിയിൽ പോവുകയും കോടതി അവസാനം ഇലക്ട്രിക്കൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ CPM എടുത്ത നിലപാടിന് ശരിയാണെന്നുള്ള നിലയിൽ കേസ് കൊടുത്ത CPM പറഞ്ഞതാണ് കറക്റ്റ് എന്നുള്ള നിലയിൽ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിവരങ്ങൾ പുറത്ത് വിടണം എന്ന് സുപ്രീം കോടതി പറയുകയും അത് പുറത്ത് വിടുകയും ചെയ്തു. എന്നാൽ കേരളത്തിലല്ല ഇന്ത്യയിലും കേരളത്തിലും രാഷ്ട്രീയ പാർട്ടികൾ പിരിക്കുന്ന പണത്തിൽ ഒരു കണക്ക് വേണോ വേണ്ടേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കണക്ക് വേണോ വേണ്ടേ എന്നല്ല, കണക്ക് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തണോ വേണ്ടേ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിരിക്കും. ഞാൻ ഈ സംഘടനാ പ്രവർത്തകനായിരുന്നു. ഞങ്ങളപ്പോൾ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ പ്രധാനമായി പിരിക്കുന്നത് അന്ന് ഇതുപോലത്തെ ബാറുകളല്ല കൂടുതലുള്ളത്, ചാരായ ഷാപ്പുകൾ നടത്തുന്ന മുതലാളിമാർ, കോറി നടത്തുന്ന മുതലാളിമാർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നാട്ടിൽ അവരെല്ലാണല്ലോ പൈസയുള്ളത്. പിന്നെ ഗൾഫിൽ നിന്ന് വന്നിരിക്കുന്നവർ, പിന്നെ നാട്ടിലെ വലിയ വ്യവസായം നടത്തുന്ന ടെക്സ്റ്റൈൽസ് അതുപോലത്തെ വ്യവസായം നടത്തുന്ന മുതലാളിമാർ, ഇവരെല്ലാം പണമുള്ളത്. ബാക്കിയുള്ളവരടുത്തൊക്കെ ചോദിച്ചാൽ 5 രൂപ 10 രൂപയാണ് തരുന്നത്, അല്ലെങ്കിൽ 50 രൂപ തരും, അതിനപ്പുറം തരാൻ അവർക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ വൻകിട ആളുകളെ കാണാൻ പോകും. അപ്പോൾ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു മദ്യ മുതലാളിയെ ഞങ്ങൾ കാണാൻ പോകും. ഞാൻ സ്ഥലവും ഒന്നും പറയുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ചെറുപ്പക്കാർ 4-5 പേര് കൂടി പിരിക്കാൻ പോകും. അപ്പോൾ ചെല്ലുമ്പോൾ മദ്യ മുതലാളി അവിടെ ശിഷ്യന്മാരാരെങ്കിലും ആയിരിക്കും പൈസ തരുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ തുകയെ തരത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ കരയും, സങ്കടപ്പെടും. അതെന്ത് ചെറിയ ഇത്ര പൈസ ഇല്ലെന്ന് പറയും. നിങ്ങൾ അങ്ങനെ സങ്കടപ്പെടേണ്ട, മുതലാളി ഇതിനേക്കാൾ വലിയ തുക കൊടുക്കും. ആ തുക നിങ്ങളെ തരൂല, നേരിട്ട് MLA-യുടെയും മന്ത്രി പാർട്ടി സെക്രട്ടറിമാരെയും കൊടുക്കും. അവരാരെങ്കിലും വിടും, അവർ ഫോൺ ചെയ്ത് പറയും, അവരേൽ ഞങ്ങൾ വേറെ പൈസ കൊടുക്കും. ആലോചിച്ച് നോക്കണം. അപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ കയ്യിൽ ഒരു പൈസ, അല്ലെ പാർട്ടിയുടെ MLA പാർട്ടി സെക്രട്ടറി ഒരു പൈസ പിരിക്കും. അത് വലിയ തുകയായിരിക്കും. 5000 പിരിക്കുമ്പോൾ നിങ്ങൾ ചെറുപ്പക്കാർ വന്നതല്ലേ, നിങ്ങളിവിടെ പ്രാദേശികമായി നിൽക്കുന്ന പ്രവർത്തകരല്ലേ, നിങ്ങളെ ഊർജ്ജം കളയണ്ട, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ വരാമെന്ന് വിചാരിച്ച് നമുക്ക് 50 രൂപ തരും. ഇത് പണ്ടേ ഉണ്ട്. ഇതിനൊന്നും പലപ്പോഴും കണക്കുണ്ടാവില്ല. പാർട്ടി പ്രവർത്തകർ പിരിക്കുന്ന കണക്ക് പാർട്ടിക്കകത്ത് വയ്ക്കും. അതും പൊതുജനങ്ങൾ കൊടുക്കുന്ന ശീലമില്ല. അങ്ങനെയൊന്നും ഒരു പാർട്ടിയിലും അങ്ങനെ ഒരു ശീലമില്ല. എല്ലാ പാർട്ടികളിലും ഫണ്ട് പിരിവ് ഒരു അന്നദാന മാർഗമായിട്ടാണ് എടുത്തിരിക്കുന്നത്. കരുണാകരൻ്റെ പേരിൽ സ്മാരകം ഉണ്ടാക്കാൻ തിരുവനന്തപുരത്ത് പിരിച്ചില്ലേ? എവിടെ കരുണാകരൻ്റെ സ്മാരകം? എവിടെയാണ് കരുണാകരൻ്റെ മെമ്മോറിയൽ പരിപാടികളൊക്കെ? അതിനുള്ള വീട് എവിടെ? അതിൻ്റെ സ്ഥാപനം എവിടെ? കരുണാകരൻ മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ട് സ്ഥാപനം എവിടെ? എന്തോരം ട്രസ്റ്റാണ് ഉണ്ടാക്കിയത്? കെ മുരളീധരനും പത്മജയും ഒക്കെ വെച്ചുകൊണ്ട് ട്രസ്റ്റ് ഉണ്ടാക്കിയില്ലേ? എവിടെ കരുണാകരൻ്റെ പേരിലുള്ള തുക? ഇതുപോലെ രക്തസാക്ഷികളുടെ പേരിൽ, അഭിമന്യുവിൻ്റെ പേരിൽ പണം പിരിച്ചില്ലേ? എവിടെ പണം? ഇപ്പോൾ ധൻരാജിൻ്റെ പേരിൽ 3-4 കാര്യങ്ങൾക്ക് പണം പിരിച്ചോളൂ. അതാണ് എൻ്റെ തമാശ. ധൻരാജിൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാനുള്ള പണം, ധനുരാജിൻ്റെ കേസ് നടത്താനുള്ള പണം, ധനുരാജിൻ്റെ അതുപോലെ തന്നെ മറ്റ് വേറൊരു കേസ് നടത്താനുള്ള പണം, വേറൊരു രക്തസാക്ഷി, ഇങ്ങനെ പല പല ഫണ്ടുകൾ ഒന്നിച്ച് പിരിച്ചു. ഈ പിരിച്ചതിൽ വ്യാജ റെസിപ്റ്റ് അടിച്ചിരിക്കുന്നു. ഒരുപാട് കോംപ്ലിക്കേഷനാണ്. പക്ഷേ ഇതൊന്നും ഞങ്ങൾ പുറത്ത് പറയില്ല എന്നാണ് KK രാഗേഷ് പറയുന്നത്. ഇതുവരെ പുറത്ത് പറയുന്ന ശീലമില്ലെങ്കിലും രാഗേഷും CPM-ഉം പുതിയൊരു കൺസെപ്റ്റ്, പുതിയൊരു കാഴ്ചപ്പാട് പൊതുസമൂഹത്തിൽ വയ്ക്കുക. നിങ്ങൾ സുതാര്യമായ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണല്ലോ. അപ്പോൾ എല്ലാം സുതാര്യമാണ്, നഷ്ടപ്പെടുവാൻ ചങ്ങലകളല്ല, കൈവിലങ്ങുകളല്ലാതെ മറ്റൊന്നുമില്ലല്ലോ എന്നാണല്ലോ വിളിച്ചത് മുദ്രാവാക്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് പൈസ എടുക്കുകയാണെങ്കിൽ, പാർട്ടി മെമ്പർമാരിൽ നിന്ന് കളക്ട് ചെയ്യുകയാണെങ്കിൽ പാർട്ടി കമ്മിറ്റി പറഞ്ഞാൽ മതി. അത് കാര്യം അവർക്കകത്ത് പറഞ്ഞാൽ മതി. വെളിയിൽ കൂടെ ബ്രാഞ്ചിലെ അംഗങ്ങൾ പൈസ ഇടുന്നത് വെളിയിൽ നാട്ടുകാരെടുത്ത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ കമ്മിറ്റിയിലെ പാർട്ടി മെമ്പർമാരും പൈസ പിരിക്കുകയാണ്, ലോക്കൽ ഏരിയയിലെ പാർട്ടി മെമ്പർമാർ പൈസ ഇടുകയാണെങ്കിൽ ആ കമ്മിറ്റി പറഞ്ഞാൽ മതി സമ്മേളനത്തിൽ.
അതുപോലെ ഏരിയയിലും ജില്ലയിലും അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷേ പൊതുജനങ്ങളിൽ നിന്ന് 1 രൂപയെങ്കിലും പിരിക്കുകയാണെങ്കിൽ അതിലൊരു സുതാര്യത, ഒരു അക്കൗണ്ടബിലിറ്റി, ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരേണ്ട ഒരു പൊളിറ്റിക്സിന്റെ ചിത്രമാണ് കുഞ്ഞികൃഷ്ണൻ തുറന്നുവിടുന്നത്. അല്ലാതെ കുഞ്ഞികൃഷ്ണൻ CPM-നെതിരെ അവിടെ നടന്ന കുറച്ച് കള്ളത്തരങ്ങൾ വെളിയിൽ പറഞ്ഞു എങ്കിൽ പക്ഷേ മറ്റൊരു TP ചന്ദ്രശേഖരനായി കുഞ്ഞികൃഷ്ണനെ അടിച്ച് വെട്ടി കൊന്നുകളായ 51 വരെ 101 വെട്ടുവെട്ടാം. അതിന് ആദ്യമായിട്ട് അദ്ദേഹത്തിനെ അങ്ങ് പുറത്താക്കാം. പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമുള്ള വീട്ടിൽ ചെന്ന് വെളിയിൽ കുറേ പടക്കം പൊട്ടിക്കാം, കുറേ മുദ്രാവാക്യം വിളിക്കാം എന്ന് പറയുന്നതൊക്കെ ചെയ്താൽ വേറൊന്നും സംഭവിക്കില്ല. ഈ പാർട്ടി വീണ്ടും വീണ്ടും ജനങ്ങളിൽ നിന്ന് അകലുക തന്നെ ചെയ്യും. അതുകൊണ്ട് പുതിയൊരു സംസ്കാരം തുറന്നു വയ്ക്കാൻ പറ്റുമോ എന്നാണ് കുഞ്ഞികൃഷ്ണൻ വിഷയം കേരളത്തോട് ചോദിക്കുന്നത്. അത് കുഞ്ഞികൃഷ്ണൻ ധൻരാജിൻ്റെ ഇതായാലും രക്തസാക്ഷിത്വമായാലും അഭിമന്യുവിൻ്റെ ആയാലും തിരുവനന്തപുരത്തെ വിഷ്ണുവിൻ്റെ ആയാലും ഈ രക്തസാക്ഷിത്വവും രക്തസാക്ഷിത്വ ഫണ്ടുകളുടെ പിരിവും പൊതുസമൂഹത്തോട് ചോദിക്കുന്നതും പൊതുസമൂഹം പാർട്ടികളോട് എല്ലാ പാർട്ടികളോടും ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിച്ചാൽ അതിൻ്റെ കണക്ക് പ്രസിദ്ധീകരിക്കാൻ നിങ്ങൾ സജ്ജമാകുമോ? നിങ്ങളുടെ വെബ്സൈറ്റുകളിലാകട്ടെ, വാട്സപ്പ് ഗ്രൂപ്പുകളിലാകട്ടെ, ഫേസ്ബുക്കിലാകട്ടെ, പൊതുജനങ്ങളിൽ നിന്ന് പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ എള്ളു കീറി 7 കണക്കും പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അങ്ങനെ ട്രാൻസ്പെറൻ്റ് ആകാൻ തയ്യാറുണ്ടോ? ഇലക്ട്രൽ ബോണ്ട് കേസിൽ കോടതിയിൽ പോയി എല്ലാ സത്യം അറിയണമെന്ന് പറഞ്ഞ നിങ്ങൾ, BJPക്കാണ് കൂടുതൽ പൈസ കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ നിങ്ങൾ, കോൺഗ്രസിനാണ് 2ാമത് പൈസ കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ നിങ്ങൾ, ഞങ്ങൾക്ക് കുറച്ച് പൈസയാണ് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പുറത്തുവിടാൻ തയ്യാറുണ്ടോ? അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വന്നിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ അല്ല, ഒരു ചർച്ച, ഒരു ഡയറക്ഷനാണ്, അല്ലെങ്കിൽ ഒരു സജഷനാണ് വന്നത്. രാഷ്ട്രീയ പാർട്ടികൾ അവർ അർദ്ധവാർഷിക സമയത്തും വാർഷിക സമയത്തും, അതായത് 6 മാസത്തിലൊരിക്കലും 1 വർഷത്തിലൊരിക്കലും അവരുടെ കണക്കുകൾ അവർ പുറത്തുവിടണം. ഇതും വളരെ പ്രധാനമായി നമുക്ക് എടുക്കേണ്ടതുണ്ട്. കാരണം പാർലമെന്ററി ജനാധിപത്യത്തിൻ്റെയും കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിൻ്റെയും ഒരു കെട്ട കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നല്ല കാലത്തിലൂടെ അല്ല. അതുകൊണ്ട് നല്ല പണവുമുണ്ട്, കള്ളപ്പണവുമുണ്ട്, ദോഷപ്പണമുണ്ട്, കെട്ട പണവുമുണ്ട്. അതുകൊണ്ട് ഈ പണത്തിൻ്റെ പിരിവിലും അത് കൈകാര്യം ചെയ്യുന്നതിലും ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഒരു മധുസൂദനൻ്റെ MLA ആണ്, ഒരു സ്ഥലം MLA ആണ്, പയ്യന്നൂരിലെ സ്ഥലം MLA ആണ്. അദ്ദേഹം നാളെ വീണ്ടും MLA ആകാനും മന്ത്രിയാകാനും ഒക്കെ നിൽക്കുകയാണ്. ഇവിടെ പണ്ടാരോ പറഞ്ഞില്ലേ, ചോദ്യം ചോദിച്ച കുഞ്ഞികൃഷ്ണകത്തും ഉത്തരം പിന്നെ ഈ ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം കൊടുക്കാത്തവർ അല്ല, കുഞ്ഞികൃഷ്ണൻ പുറത്തും, ചോദ്യം ചോദിച്ച കുഞ്ഞികൃഷ്ണൻ പുറത്തും ഉത്തരം കൊടുക്കാൻ ബാധ്യതപ്പെട്ടവർ ഉത്തരം കൃത്യമായി കൊടുക്കാതെ അവർ അകത്ത് നിൽക്കുന്ന രാഷ്ട്രീയം ഒരുപക്ഷെ പാർട്ടിക്ക് ദഹിക്കുമായിരിക്കും, കണ്ണൂർ പാർട്ടിക്ക് നന്നായി ദഹിക്കുമായിരിക്കും, പൊതുസമൂഹത്തിന് ദഹിക്കില്ല. പൊതുസമൂഹത്തിൻ്റെ ദഹനക്കേട് വോട്ടിൻ്റെ രൂപത്തിലൊക്കെ തിരിച്ചു വരും എന്ന് പാർട്ടി തിരിച്ചറിയണം. അതുകൊണ്ട് പാർലമെന്ററി ജനാധിപത്യത്തിൽ വോട്ടും വളരെ പ്രധാനമാണ്. അവിടെ ജനങ്ങളെ സ്വാധീനിക്കുന്നത് കേവലം വികസന പ്രവർത്തനങ്ങളോ ക്ഷേമ പ്രവർത്തനങ്ങളോ മാത്രമായിരിക്കില്ല. ഇത്തരത്തിലുള്ള നീതിബോധത്തിൻ്റെ ഒരു ചോദ്യം കൂടെയുണ്ട്. അത് ദിലീപിൻ്റെ കേസിൽ, അതിജീവിതൻ്റെ കേസിലായാലും, ഇപ്പോൾ സ്വർണ്ണപ്പാളികളുടെ കേസിലായാലും, അത് ഏത് കേസിലായാലും ഒരു നീതിബോധം മലയാളിയെ നയിക്കുന്നുണ്ട്. എല്ലാവരെയും ഉണ്ട്, അത് കേരളീയക്കാരെയുമുണ്ട്. ആ നീതിബോധത്തെ കൊഞ്ഞനം കുത്തിയാൽ എന്തെല്ലാം വികസന പ്രവർത്തനം നടത്തിയാലും, ബഡ്ജറ്റ് വഴി എത്ര സമ്മാന പെരുമഴ കൊടുത്താലും ജനം തിരിഞ്ഞു കുത്തും. അത് വോട്ടിൻ്റെ രൂപത്തിലായാൽ ഭരണവും കാണില്ല.